കുടിവെള്ളക്ഷാമത്തിൽ വലഞ്ഞ തൃശൂർ പുത്തൂർ പഞ്ചായത്ത്. മലയോര ഗ്രാമമായ പുത്തൂർ പഞ്ചായത്തിലെ 23 വാർഡുകളിലും അനുഭവപ്പെടുന്നത് രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ്. പ്രദേശത്തെ ഒട്ടുമിക്ക കിണറുകളും വറ്റിവരണ്ടതോടെ ജനജീവിതം താളം തെറ്റിയ അവസ്ഥയിൽ. ധാരാളം വെള്ളമുണ്ടായിരുന്ന പഞ്ചായത്തിലെ പുത്തൂർ പുഴയും വെള്ളം വറ്റിയ സ്ഥിതിയാണ്. ഇതോടെ പുഴയെ ആശ്രയിച്ചിരുന്ന കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനവും നിലച്ച മട്ടാണ്. പുഴയിൽ ഇപ്പോഴുള്ള വെള്ളത്തിൽ നിറയെ മാലിന്യങ്ങൾ അടിഞ്ഞുകിടക്കുന്നതിനാൽ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടതോടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓരോ വാർഡിലേക്കും വാഹനത്തിൽ വെള്ളം എത്തിക്കുന്നുണ്ട്. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി ഇങ്ങനെ എത്തിക്കുന്ന വെള്ളം ഉൾപ്രദേശങ്ങളിലുള്ളവർക്ക് വഴി സൗകര്യമില്ലാത്തതിനാൽ ലഭിക്കുന്നുമില്ല. ഇതുവരെ 12 ലക്ഷത്തോളം രൂപയാണ് ഇത്തവണ പഞ്ചായത്ത് കുടിവെള്ള വിതരണത്തിനായി ചെലവഴിച്ചത്. ഇനിയും കൂടുതൽ തുക ചെലവഴിച്ചാൽ മാത്രമേ കുടിവെള്ള വിതരണം നടത്താൻ കഴിയൂ. ഇതിനായി പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് പഞ്ചായത്ത് അധികൃതർ. കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന തുകയിൽ നിന്നും 600 മുതൽ 750 രൂപ വരെ മുടക്കിയാണ് പലരും ഇപ്പോൾ കുടിവെള്ളം വാങ്ങുന്നത്. ഇത് സാധാരണക്കാരുടെ നിത്യച്ചെലവിന്റെ താളം തെറ്റിക്കുന്നുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് കുടിവെള്ള വിതരണം ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇതിന്റെ ചെലവിനാവശ്യമായ പണം ലഭിക്കാൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് കത്ത് നൽകിയതായും പ്രസിഡന്റ് വ്യക്തമാക്കി. ഇപ്പോൾ ലഭിക്കുന്ന വെള്ളം ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോഴത്തെ അവസ്ഥ ഗ്രാമപഞ്ചായത്തിൻ്റെ കുടിവെള്ള സ്രോതസ്സുകൾ മുഴുവൻ വറ്റി വരണ്ട് ഉണങ്ങിയിരിക്കുകയാണ്. നിലവിൽ 23 വാർഡിലേക്കും കുടിവെള്ളക്ഷാമമാണ്. ഇപ്പോൾ നമുക്ക് സർക്കാർ അനുവദിച്ച 12 ലക്ഷം രൂപ ഇപ്പോൾ കുടിവെള്ളം കൊടുത്തു കഴിഞ്ഞു. ഇനി 40 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ജില്ലാ കളക്ടർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്കാണ് ഇനി ഞങ്ങൾക്ക് കുടിവെള്ളം വിതരണം കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. ജനങ്ങളാകെ വലഞ്ഞൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. വരും ദിവസങ്ങളിലും ചൂട് തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളതിനാൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകാനാണ് സാധ്യത. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.